UK, അയർലൻഡ്, കാനഡ, US, സിംഗപ്പൂർ, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ രജിസ്റ്റേർഡ് നഴ്സായി വർക്ക് ചെയ്യുന്ന നഴ്സസിന് ഏറ്റവും ഈസിയസ്റ്റ് പാത്വേ വഴി ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടും. വേറെ എക്സാമിനേഷൻ ഒന്നും തന്നെ ഇല്ലാതെ. ന്യൂ സ്ട്രീം ലൈൻ പാത്വേയുടെ ടോട്ടൽ കോസ്റ്റ് ഒരു 1 lakh ഇന്ത്യൻ മണി നോക്കുകയാണെങ്കിൽ 1 lakh അണ്ടറിലേ വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പല നഴ്സസിനും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. നമ്മൾ ത്രൂ ന്യൂ സ്ട്രീം ലൈൻ പാത്വേ പ്രോസസ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മൾ ഇന്റർവ്യൂ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2027 ഇതിന്റെ ന്യൂ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. ചിലപ്പോൾ ഈ പ്രോസസ് സ്റ്റോപ്പ് ചെയ്യാൻ തന്നെ ചാൻസസ് ഉണ്ട്. കാരണം കുറേ നഴ്സസ് ഇതിനോടകം തന്നെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹായ് എവരിവൺ, ഓസ്ട്രേലിയൻ ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേയെക്കുറിച്ചാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൽ 3 കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്: ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേയുടെ എലിജിബിലിറ്റി, ഇൻ്റർവ്യൂ അസിസ്റ്റൻസ് ആൻഡ് ടോട്ടൽ പ്രോസസ്സിംഗ് ടൈം. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേ എന്ന് പറയുന്നത് 2025 ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പ്രോസസ്സാണ്. UK, അയർലൻഡ്, കാനഡ, US, സിംഗപ്പൂർ, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ രജിസ്റ്റേർഡ് നഴ്സായി വർക്ക് ചെയ്യുന്ന നഴ്സസിന് ഏറ്റവും ഈസിയസ്റ്റ് പാത്വേ വഴി ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടും. വേറെ എക്സാമിനേഷൻ ഒന്നും തന്നെ ഇല്ലാതെ. എക്സാമിനേഷൻ ഇല്ലാതെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ 2-3 ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് മീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ആപ്ര രജിസ്ട്രേഷൻ കിട്ടുകയുള്ളൂ. ഞാൻ മുൻപ് പറഞ്ഞ കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന RNs ആണെങ്കിൽ അവരുടെ BSc നഴ്സിംഗ് അല്ലെങ്കിൽ ബാച്ചലർ ഓഫ് നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ 2017 ജനുവരിക്കോ അതിന് ശേഷമോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം. അവരുടെ ഹോം കൺട്രിയിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്താൽ മതി. പക്ഷേ വർക്ക് എക്സ്പീരിയൻസ് UK, അയർലൻഡ്, കാനഡ, US, സിംഗപ്പൂർ, സ്പെയിൻ ഈ രാജ്യങ്ങളിൽ നിന്ന് തന്നെ വേണ്ടിവരും. എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ 2017 ശേഷമുള്ള RN എക്സ്പീരിയൻസ് ആണ് കൗണ്ട് ചെയ്യുകയുമുള്ളൂ. സോ ഈ 2 ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലെ എക്സാമിനേഷൻ ഇല്ലാതെ നഴ്സസിന് രജിസ്ട്രേഷൻ പ്രോസസ്സ് കിട്ടുന്നതായിരിക്കും. ഇതാണ് എലിജിബിലിറ്റി വരുന്നത്. ക്വാളിഫിക്കേഷൻ മിനിമം ബാച്ചിലേഴ്സ് വേണം. ബാച്ചിലേഴ്സ്, പിന്നെ GCAN കോഴ്സ്, GCN, GDN തുടങ്ങിയ കോഴ്സ് ചെയ്തിട്ടുള്ളവർ ഒക്കെ എലിജിബിൾ ആണ്. മാസ്റ്റർ ഓഫ് നഴ്സിംഗ് 2017 ചെയ്തതാണെങ്കിലും കാര്യമില്ല. ഡിഗ്രി ആണ് മെയിനായിട്ട് നോക്കുന്നത്. സോ എലിജിബിലിറ്റി ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഇൻ്റർവ്യൂ അസിസ്റ്റൻസിനെ കുറിച്ച് നോക്കാം. ഡെസ്മ ഇൻ്റർനാഷണൽ ഓസ്ട്രേലിയൻ പ്രോസസ് ചെയ്യുന്ന കൺസൾട്ടൻസി ആണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓസ്ട്രേലിയയിലെ എംപ്ലോയേഴ്സായിട്ട് ഡയറക്റ്റ് ടൈപ്പ് ഉണ്ട്. നമ്മൾ ത്രൂ ന്യൂ സ്ട്രീം ലൈൻ പാത്വേ പ്രോസസ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മൾ ഇൻ്റർവ്യൂ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണോ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ വേക്കൻസീസ് അനുസരിച്ചിട്ട് നമ്മൾ ത്രൂ രജിസ്ട്രേഷൻ ചെയ്ത കാൻഡിഡേറ്റിന് ഇൻ്റർവ്യൂ അസിസ്റ്റൻസ് ഡെസ്മ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ കുറേ നഴ്സസിന് നമ്മൾ ത്രൂ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനും ഇൻ്റർവ്യൂ അസിസ്റ്റൻസ് എടുക്കാനും അതുവഴി ജോബ് ഓപ്ഷൻസ് സെക്യൂർ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ന്യൂ സ്ട്രീം ലൈൻ പാത്വേയുടെ ടോട്ടൽ കോസ്റ്റ് ഒരു 1 lakh ഇന്ത്യൻ മണി നോക്കുകയാണെങ്കിൽ 1 lakh അണ്ടറിലേ വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പല നഴ്സസിനും അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു പ്രൊസീജിയറാണ്. ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ അധികം കോസ്റ്റ് ഒന്നും വരാത്തത് കൊണ്ട് തന്നെ നഴ്സസിന് ഈസി ആയിട്ട് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. UK, അയർലൻഡ്, കാനഡ, US വർക്ക് ചെയ്യുന്ന നഴ്സസിന് അവർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയതുകൊണ്ട് തന്നെ എംപ്ലോയറെ കിട്ടാനും കുറച്ചുകൂടെ ഈസിയാണ്. സോ നിങ്ങൾക്കിതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. 2027 ഇതിൻ്റെ ന്യൂ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. ചിലപ്പോൾ ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാൻ തന്നെ ചാൻസസ് ഉണ്ട്. കാരണം കുറേ നഴ്സസ് ഇതിനോടകം തന്നെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ ആപ്ര ഈ റൂള് ചേഞ്ച് ചെയ്ത് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കാനോ അല്ലെങ്കിൽ ഈ ഒരു റൂള് ടെർമിനേറ്റ് ചെയ്യാനോ ചാൻസ് ഉണ്ട്. സോ എലിജിബിലിറ്റി മീറ്റ് ചെയ്യുന്ന നഴ്സസ് ആണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പ്രോസസ്സ് തുടങ്ങാം. ഇനി പ്രോസസ്സിംഗ് ടൈം നോക്കാം. വിത്തിൻ 6 months നിങ്ങൾക്ക് ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഡയറക്റ്റ് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ മിനിമം 1 year നഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് തന്നെ വേണ്ടിവരും. എന്നാൽ ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേയിൽ എലിജിബിൾ ആയിട്ടുള്ളൊരു നഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 3 months to 4 months രജിസ്ട്രേഷന് വേണ്ടിയിട്ടും പിന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അസിസ്റ്റൻസിലേക്ക് കടക്കാനും സാധിക്കുന്നതാണ്. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. എലിജിബിൾ ആയിട്ടുള്ള നഴ്സസ് ആണെങ്കിൽ വെയിറ്റ് ചെയ്യാതെ തന്നെ എത്രയും പെട്ടെന്ന് നഴ്സിംഗ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കൂടുതൽ ഡീറ്റെയിൽസിനായി നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുകയോ ഡയറക്റ്റ് കോൾ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.